ആംവേ നെറ്റ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ വിവിധ കേസുകളിലാണ് വില്യം പിങ്ക്നി സ്കോട്ടിനെ അറസ്റ്റ് ചെയ്തത്. ഡയറക്ടർമാരായ സഞ്ജയ് മൽഹോത്ര, അഞ്ജു പുട്രാജ് എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വില്യം പിങ്ക്നി സ്കോട്ട് ചില കേസുകളിൽ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. മുൻകൂർ ജാമ്യ നടപടികൾക്കായി എത്തിയപ്പോഴാണ് വയനാട്ടിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആംവേക്കെതിരെ സംസ്ഥാനത്ത് നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇപ്പോൾ ഈ ചെയ്യുന്ന അറസ്റ്റും പ്രശ്നങ്ങളും ഒരു 2 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാർ ബാങ്കിൽ നിന്നൊന്നും വിടില്ലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ശരിയാണ്, അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ഡ്യൂട്ടിയിൽ കിട്ടിയത്. പക്ഷേ എന്തായാലും കുറച്ച് ദിവസം ഇൻകം തന്നു, പഴയ ഇൻകം തരാമെന്നൊക്കെ മേ ബി അതൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 മാസമായിട്ട് ഒരു ഇൻകവും ആർക്കും കിട്ടുന്നില്ല. കമ്പനിക്കെതിരെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ നടത്തിയ റെയ്ഡിൽ 2.5 കോടിയുടെ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആംവേ കേരള മേധാവിയായ രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മൊഴിയെ തുടർന്നാണ് വില്യം പിങ്ക്നി സ്കോട്ടിനെയും കേസിൽ പ്രതി ചേർത്തത്. ക്രൈംബ്രാഞ്ച് കുറ്റാന്വേഷണ വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ 1 കോഴിക്കോട്.